കേരളത്തിന്റെ മുഖഛായ മാറ്റിയ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഈ തുറമുഖം വികസിപ്പിച്ചത്. ഇതേ മാതൃകയിൽ കൊല്ലം തുറമുഖവും വികസിപ്പിക്കുകയാണ്. കൊല്ലം തുറമുഖം സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്നതിനായി മന്ത്രിസഭായോഗം അനുമതി നൽകി. തുറമുഖത്തിന്റെ ഉടമസ്ഥത നിലനിർത്തി നടത്തിപ്പ് ചുമതല ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് ആലോചിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമ്പോൾ തുറമുഖത്തിന് വൻ വികസനം കൈവരുമെന്നാണ് കേരള മാരിടൈം ബോർഡ് കണക്കുകൂട്ടുന്നത്. ഇവിടേക്ക് ക്രൂസ് സർവീസുകളും ചരക്ക് കപ്പലുകളും എത്തിക്കാനും കഴിയും. അതിനിടെ കൊല്ലം ആഴക്കടലിൽ എണ്ണ പ്രകൃതിവാതക പര്യവേഷണം നടക്കുകയാണ്. കൊല്ലം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന കൊങ്കൺ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യയാണ് ഡ്രില്ലിംഗ് നടത്തുന്നത്. കൊല്ലം ആഴക്കടലിൽ മുമ്പ് പലതവണ പര്യവേഷണം ഭാഗികമായി നടത്തിയിട്ടുള്ളതാണ്. എണ്ണ സാന്നിധ്യവും കണ്ടിരുന്നു. എന്നാൽ പര്യവേഷണത്തിന് തുടർച്ചയുണ്ടായില്ല. ഇക്കുറി കൂടുതൽ തയ്യാറെടുപ്പുകളോടെയാണ് ഓയിൽ ഇന്ത്യ പര്യവേഷണത്തിനായി ഇറങ്ങിയത്. കൊല്ലം തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഓയിൽ ഇന്ത്യ പര്യവേഷണം നടത്തുന്ന എണ്ണക്കിണർ. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ എണ്ണക്കിണറാകും ഇതെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത്. കൊല്ലം തീരത്തെ ഖനനത്തെ കേന്ദ്ര സർക്കാർ ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. കൊല്ലത്തെ എണ്ണ പര്യവേഷണം വിജയം കണ്ടാൽ രാജ്യത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് വലിയ വഴിത്തിരിവാകും. എണ്ണ ആവശ്യകതയുടെ 50% രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അങ്ങനെ സാധിച്ചാൽ ഇന്ത്യക്കത് വലിയ നേട്ടമായി മാറും. എണ്ണ പര്യവേഷണത്തിനായി 2000-ന് ശേഷമാണ് ഇന്ത്യയിൽ ശ്രമങ്ങൾ ശക്തമാക്കിയത്. ഇന്ത്യൻ തീരങ്ങളിൽ എണ്ണ നിക്ഷേപ സാധ്യതയുണ്ടെന്ന സൂചനകൾ മുമ്പ് തന്നെ പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക സാങ്കേതികവിദ്യയുടെ അഭാവം, പര്യവേഷണത്തിലുള്ള ഉയർന്ന ചെലവ് തുടങ്ങി പല പ്രതിസന്ധികളാൽ സമ്പൂർണ്ണ പര്യവേഷണത്തിന് രാജ്യം ശ്രമിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൻ്റെ സിംഹഭാഗവും എണ്ണ, സ്വർണം എന്നിവയ്ക്കായാണ് ചെലവിടുന്നത്. എണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത കാലത്ത് നിർണായക നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എണ്ണപ്പാടങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് അടക്കമുള്ള സാധ്യതകൾക്കൊപ്പം രാജ്യത്തിനകത്ത് എണ്ണ പര്യവേഷണത്തിനും വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട്. ആൻഡമാൻ മേഖലയിൽ വൻതോതിൽ എണ്ണ നിക്ഷേപമുണ്ടെന്ന സൂചനയിൽ അവിടെയും വലിയ തോതിലുള്ള പര്യവേഷണത്തിന് സർക്കാർ തുടക്കമിട്ടിരുന്നു.